ഈ പക്ഷികൾ നോക്കിയത് മതി. ഹേ ഗൈസ്, സ്പോർട്സ് ഒന്നല്ല കേട്ടോ, പക്ഷെ ഓട്ടം എന്ന് പറഞ്ഞാലേ അമ്മാരി ഓട്ടം ഞാൻ ഓടിയതുകൊണ്ടാണ് ബസ് കിട്ടിയത്. ഇപ്പൊ ഒരുത്തും കാരണമാണ് ഇന്ന് ഇതൊക്കെ ഉണ്ടായത്. എന്റെ വല്ല കൂസലോ എന്റെ മുത്ത് കണ്ടുണ്ടാവും. ഇന്നാണ് ഇപ്പൊ എനിക്ക് നേരം വെളുക്കുന്നത്. രാവിലെ പറയാ 15 വർഷത്തേക്ക് ആധാർ കാർഡ് പുതുക്കണം. എന്തൊരു ശ്മശാന മൂകത. അതിമോയ അക്ഷയിലൊന്ന് ചമ്മിനാറ് നേരെ വളഞ്ചിരിക്കോയി. അവിടെ അത്യാവശ്യം കുറച്ച് തിരക്കൊക്കെ ഉണ്ട്. നമ്മളെ കാര്യം പറഞ്ഞപ്പോ ഫില്ല് ചെയ്യാൻ ഒരു പേപ്പർ ഇപ്പൊ ഫില്ല് ചെയ്തു നിങ്ങൾ വിചാരിക്കണേ. അവിടെ കഷ്ടപ്പെട്ട ഒരു സൈൻ ഇടുന്ന പണി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ ഇങ്ങനെ കുത്തിരിക്കലും. ഈ പക്ഷികൾ നോക്കിയത് മതി. ഇവനെപ്പോഴും ഇങ്ങനെ ഈ കിളികൾ വച്ചുകൊണ്ടിരിക്കും. എന്തായാലും ആ വട്ടം തിരിയിലൊക്കെ കഴിഞ്ഞ് ഒന്ന് സ്റ്റാൻഡിലെത്തിയപ്പോ അവിടെ ഭയങ്കര തിരക്കിട്ടാ. സംഭവം എന്താണെന്ന് അറിയാൻ വേണ്ടി പോയോക്കിയതാണ്. അപ്പോഴാണ് ബനാലിന്റെ പുതിയ ഔട്ട്ലെറ്റ് ഓപ്പൺ ആയ കാര്യം നമ്മൾ അറിയണേട്ടാ. എന്നാ പിന്നെ എന്തെങ്കിലും കൈക്കാലം വെച്ചിട്ട് അതിന്റെ ഉള്ളിൽ കയറിയപ്പോഴാണെന്നുണ്ടെങ്കിൽ വളാഞ്ചേരിക്കാർ ഫുൾ അവിടെ ഉണ്ടാ. ഒരു വിധത്തിൽ സാധനം ഓർഡർ ആക്കി ഒന്ന് സൈഡിൽ കയറി നോക്കിയപ്പോഴാണ് ഇപ്പൊ മെനു ഒക്കെ കാണാപ്പാടാക്കണ്. ഗൈസ് പെട്ടെന്നായിട്ട് പ്രതീക്ഷിക്കാതൊരു സംഭവം ഉണ്ടായത്. നമ്മളെ വീഡിയോ എടുക്കുമ്പോൾ ആ 2 കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് നമ്മളെ ക്യാമറക്ക് മുന്നിൽ എന്നിട്ട് എന്താ ഓല് ഫുഡൊക്കെ ഓർഡർ ചെയ്യുന്ന ഭയങ്കര തിരക്കിലാണ്. ഇതിന്റെ ഇടയിൽ നമ്മൾ ഓർഡർ ചെയ്ത സാധനം വന്നു കേട്ടോ. സത്യം പറഞ്ഞത് കാണുമ്പോ തന്നെ മനസ്സിലാവും അടിപൊളിയാണെന്ന്. സംഭവം രക്ഷയില്ലേട്ടോ. നെറ്റ്സും ഫ്രൂട്ട്സ് ഒക്കെ വാരി വിതറി. അങ്ങനെ നമ്മൾ അതൊക്കെ കംപ്ലീറ്റ് ആക്കി തിരിച്ചു പോകുന്നു കേട്ടോ. അപ്പൊ എന്നൊക്കെ